നമസ്തേ. ശ്രീമതി സുഗതകുമാരി രചിച്ച അമൃതം തമയ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. എനിക്കു മരണത്തെ പേടിയില്ലിരിക്കുരോ, ശരിക്കു കണ്ടേരിന്ന് വന്ദിച്ചേനതിനെ ഞാൻ. തെല്ലൊന്നു ചുളിഞ്ഞൊരാ നെറ്റിമേൽ പുരികത്തിൽ, അല്ല ഇങ്ങനെയോ നീ എന്ന ഭാവവുമായി, വെളുത്ത ശിരസ്സുമായി ആസ്പത്രി കിടക്കമേൽ കിടക്കുമവിടുത്തെ കാൽക്കല്ലൻ തലചായ്കെ. ചുറ്റിലും ചിറകറ്റു പിടയും കിളികൾ പോലുറ്റവർ, പൊട്ടി പൊട്ടിക്കരയും കരച്ചിലിൽ താണു താണു ഞാൻ പോകെ. എന്റെ കണ്ണീരിൽ കൂടി ആണു ഞാൻ കണ്ടു മുഖത്തിന്തൊരു വിസ്മയഭാവം. ഏതു രൂപത്തിൽ ചാരെ വന്നിതു മൃതിയെന്നു ചോദിച്ചേ സ്വയം. പെട്ടെന്നുത്തരമറിഞ്ഞേ ഞാൻ, ദൂരെ നിന്നെത്തും ഛായാരൂപിയായല്ല, നൂറു നൂറൊരു ഹൃത്താൽ പരിചിതമാമൊരു രൂപം. ഒരു പീലിയും ചൂടി കിങ്ങിണി കുലുക്കിക്കൊണ്ടരികിൽ ചിരിച്ചു കൊണ്ടോടിയെത്തിയ പോലെ. അന്നേരം അവിടുന്ന് കൊടും നോവെല്ലാം മറന്നിങ്ങനെയെന്നോ മൃത്യു എന്നു ചോദിക്കും പോലെ. ഞാൻ അറിയുന്നേ അഗ്രേ പശ്യാമി എന്നാം ഭവാനാ നിമേഷത്തിൽ ധന്യ ഉരുവിട്ടതു മൂകം. ഒരു തെല്ലിട മാത്രമാ ചോദ്യഭാവം, പിന്നെ അതു മാറുകയായി ശാന്തമായി നിസംഗമായി. പഴതാം വെണ്ണക്കല്ലിൽ കൊത്തിയ പോലായി പൂർണ്ണമൊരു ജീവിതം. കാവ്യപൂജ അങ്ങനെ തീർന്നു. മൃതി എത്രമേൽ സാധാരണം, എത്രമേൽ ദുഃഖമയമെത്രമേൽ മഹാത്ഭുതമെന്നറിയുന്നേ. ആ മാത്രവരെ സ്നേഹ ദുഃഖവാത്സല്യ ക്രോധം, ഒരു വേദന പിന്നെയൊരു വിസ്മയം, ദീർഘമൊരു നിശ്വാസം, ബാക്കിയുള്ളതീ ജഡം മാത്രം. എനിക്കു മരണത്തെ പേടിയില്ലിരിക്കുരോ, ശരിക്കു കണ്ടേനിന്ന് ജ്ഞാനത്തിൻമുഖം സൗമ്യം. അങ്ങയെ പിരിഞ്ഞെന്ന് മാത്രമോർക്കവേ ഞങ്ങൾ നെഞ്ഞു പൊട്ടുമ്പോൾ നൊന്തു തളരുന്നെന്നാകിലും. ആചാര്യ പ്രിയതരനായിടും മഹാകവേ, സാദരം മരണവുമങ്ങേക്ക് നാനാരോഗ സുഖ സങ്കലിനമാമൊരു സംഗീതം പോലെ, ഒരു വന്ദനം പോലെ മാറിയെന്നതും കാൺകേ. എനിക്കു മരണത്തെ പേടിയില്ലിരിക്കുരോ, ശരിക്കു കണ്ടേനിന്ന് ജ്ഞാനത്തിൻമുഖം ദിവ്യം. നന്ദി.